സ്വർഗകാനാൻ നാട്ടിൽ വാഴുവാനായി പറന്നുപോയിടും ഞാനീ മരുവിൽ നിന്നും. സ്വർഗകാനാൻ നാട്ടിൽ വാഴുവാനായി ദുർഘടമേറുകൾ കയറുകിൽ തളരാതെ പിതാവേ. ദുർഘടമേറുകൾ കയറുകിൽ തളരാതെ നിൻ കൃപയേകുകയൻ പിതാവേ. അഗതിയാൽ വിശ്വസ്തനായെന്നു വന്നാലും വിശ്വസ്തനായി പാർക്കുന്ന സ്നേഹമൂർത്തേ. അഗതിയായി വിശ്വസ്തനായെന്നു വന്നാലും വിശ്വസ്തനായി പാർക്കുന്ന സ്നേഹമൂർത്തേ. പ്രത്യാശ വർദ്ധിക്കുന്ന പ്രാണനാഥനെ കാണിച്ചിരാതെങ്കിൽ പറന്നുപോയിടും ഞാനീ മരുവിൽ നിന്നും. സ്വർഗകാനാൻ നാട്ടിൽ വാഴുവാനാ പറന്നുപോയിടും ഞാനീ മരുവിൽ നിന്നും. സ്വർഗകാനാൻ നാട്ടിൽ വാഴുവാനാ കഷ്ടതയാകുന്ന ശോധന എന്നെ അടിക്കടിയായി കവിഞ്ഞൊഴുകിലും. കഷ്ടതയാകുന്ന ശോധന എന്നെ അടിക്കടിയായി കവിഞ്ഞൊഴുകിലും. കഷ്ടത സഹിച്ചവൻ തൻ കരം നീട്ടി തൻ എന്നെ അനുദിനം നടത്തിരുന്നു. കഷ്ടത സഹിച്ചവൻ തൻ കരം നീട്ടി തൻ എന്നെ അനുദിനം നടത്തിരുന്നു. ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ഇന്ന് പകൽക്കാലം വളരെ ശക്തമായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകുന്ന പകൽക്കാലമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. അല്പനിമിഷം ചിന്തയ്ക്കായി ലൂക്കോസ് സുവിശേഷം ആമേൻ. സ്തോത്രം. 5-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുമ്പോൾ, അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. നോയിക്കേ, ഇവിടെ യേശു ഗന്നസര തടാകത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ അവിടെ മീൻപിടുത്തക്കാരായ ഒത്തിരി പേരവിടെ കണ്ടു. പത്രോസും തുടങ്ങിയ ഒത്തിരി വ്യക്തികൾ അവിടെ നിൽക്കുകയാണ്. എന്നാൽ ആ ഗന്നസര തടാകത്തിനകത്ത് ദൈവം വലിയ അത്ഭുതം ചെയ്തു. സ്തോത്രം. ആമേൻ. കർത്താവ് കരയ്ക്ക് നിൽക്കുമ്പോൾ സ്തോത്രം, പുരുഷാരൊക്കെയും വചനം കേൾക്കേണ്ടതിന് അവനെ തിക്കി. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ആ സമയത്ത് 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് പിടുത്തക്കാർ ഇറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുന്നത് കർത്താവ് കണ്ടിരിക്കുക. ആമേൻ. അപ്പോൾ എല്ലാം അവസാനിച്ചു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. സ്തോത്രം എന്ന് കർത്താവ് മനസ്സിലാക്കിയിട്ട് ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സ്തോത്രം. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിൽ നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ആഴത്തിൽ ഇന്നലകളിൽ കടലിനെ സംബന്ധിച്ച് നല്ലവണ്ണം പരിചയമുള്ള, എവിടെ മീനുണ്ട്, എവിടെയാണ് അതിൻ്റെ ഉത്ഭവം എന്നൊക്കെ അറിയുന്ന ഒരു പത്രോസിനെ, ആമേൻ, ഈ പത്രോസിന് മേൽ ദൈവത്തിൻ്റെ നിയോഗം കിടക്കുകയാണ്. ആമേൻ. അവൻ എത്ര ശ്രമിച്ചിട്ടും ഒരു മീന് പോലും അവൻ്റെ വള്ളത്തിലോ ആമേൻ അവൻ്റെ വലയിലോ ഒന്നും ഒരു മീന് പോലും ഇല്ല.
എന്നാൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നീ അധ്വാനിച്ചു, കഴിഞ്ഞ നിമിഷങ്ങളൊക്കെ നീ വളരെ കഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. നിന്റെ ഉപജീവനമെല്ലാം അസ്തമിക്കപ്പെട്ടതുപോലെ എത്ര തുഴഞ്ഞിട്ടും നിനക്ക് മുൻപിലോട്ട് കുതിക്കുവാൻ കഴിയാതെ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ആരോടൊക്കെ ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ ദൂതായി വിളിച്ചു പറയുന്നു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. നോക്കിക്കേ, യേശുവിൻ്റെ വാക്കിൽ എങ്കിലും എന്താ വരട്ടെ, എന്നാലും പറഞ്ഞതല്ലേ, ഒരു ദൈവദാസൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ ചെയ്യാൻ. അത് ചെയ്യാൻ നീ ബാധ്യസ്ഥനാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിന്റെ വിഷയങ്ങൾക്ക് സ്വർഗം മറുപടി അയക്കും. ഉടബല രഗത ശംഭവരാജകൽക്കനാദി. ആമേൻ. നിന്റെ വിഷയത്തിന് എൻ്റെ കർത്താവ് മറുപടി അയക്കാൻ പോകുകയാണ്. ഗ്ലോറി ടു ഗാഡ്. കാരണം മനുഷ്യൻ, മാനവകുലം ഒരുമിച്ച് പറഞ്ഞു, നീ രക്ഷപ്പെടത്തില്ല, നീ ചേർത്തു പിടിക്കുമെന്ന് ചിന്തിച്ചവർ പലരും നിന്നെ മാറ്റി നിർത്തി. പക്ഷേ നിന്റെ പടകിൽ ഇന്ന് ഈ പകലിൽ യേശു കയറി നിൽക്കുക. നിന്റെ പടകിൽ ദൈവവേദലെ, ദൈവദാസനെ, അഭിഷത്തനെ, അഭിഷത്തയെ, അഭിഷത്ത മാതാവേ, അഭിഷത്ത പിതാവേ, നിന്റെ പ്രാർത്ഥനയിലും കണ്ണുനീരിലും നിന്റെ പടകിൽ യേശു കയറി നിൽക്കുക. നോയിക്കേ, ആമേൻ. അവിടെ അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. സ്തോത്രം. വല കീറാറായി. ആമേൻ. പറഞ്ഞതാരെന്നറിയാമോ? യേശുവ. ഹല്ലേലൂയ. ഇവരെ തള്ളി ഇറക്കി വിട്ട പടകുകളും കരയ്ക്ക് നിൽക്കുകയാണ്. എൻ്റെ കർത്താവ് വിശ്വസ്തനാ കേട്ടോ. നോക്കി നിൽക്കുന്നവരും താല്പര്യത്തോടെ നിൽക്കുന്നവരെ അവരെ മാടി വിളിച്ചു. സ്തോത്രം. ആമേൻ. പത്രോസിൻ്റെ പടക് മാത്രമല്ല നിറഞ്ഞത്, അവരുടെ കൂടെ പകലന്തിയോളം രാത്രി മുഴുവനും ജോലി ചെയ്ത വേറെയും പടകുകളുണ്ട്. ഇന്ന് പകലിൽ നിന്റെ പടകിന് നിറയ്ക്കാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ദൈവപൈതലേ, വല കീറാറായി പെരുത്ത മീൻകൂട്ടം, ഇതുവരെ പത്രോസ് കാണാത്തത്, ഇതുവരെ ആ ഗന്നസര തടാകം കാണാത്ത വലിയൊരു മീൻകൂട്ടത്തെ യേശു കർത്താവ് അവിടെ കൊടുക്കുകയാണ്. ആമേൻ. ഇന്ന് പകലിൽ ഇന്നലെ വരെ നീ കരഞ്ഞ വിഷയത്തിന്, ഇന്നലെ വരെ നീ പ്രാർത്ഥിച്ച വിഷയത്തിന്, ഇന്നലെ വരെ നീ പ്രാർത്ഥിച്ച വിഷയത്തിന്, ഇന്നലെ വരെ നീ കരഞ്ഞ വിഷയത്തിന് ഇന്ന് ലഭിക്കില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ വിഷയം നിനക്ക് ദൈവം കരങ്ങളിൽ തരാൻ പോകുകയാണ്. എൻ്റെ കർത്താവ് പടകിലേക്ക് കയറി. സ്തോത്രം. ആമേൻ. 7-ാം വാക്യം പറയുന്നു, അവർ മറ്റ് പടകുകളെ, ആമേൻ, ഹല്ലേലൂയ, പടകിലുള്ള കൂട്ടാളികളെ വന്ന് സഹായിക്കാനായി അവരെ മാടി വിളിച്ചു. സ്തോത്രം. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാക്കി ആക്കുവോളം നിറച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. മുങ്ങിയില്ല, മുങ്ങും എന്ന് പറയുന്നത് പോലെ അവർ നിറച്ചു. ഇന്ന് പകൽ ചിലത് നിറയ്ക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ഒഴിഞ്ഞിരിക്കുന്ന ഭരണികളൊക്കെ ദൈവം നിറയ്ക്കും. ഒഴിഞ്ഞിരിക്കുന്ന ഭരണികളൊക്കെ ദൈവം നിറയ്ക്കും. ഒഴിഞ്ഞിരിക്കുന്ന സകല നിക്ഷേപ പാത്രങ്ങളെയും ദൈവം നിറയ്ക്കുന്ന പകലാണ്. പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പകലിനായ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം. കർത്താവ് കൃപ കൊണ്ട് പൊതിയണം. അത്ഭുതങ്ങളെ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.